നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 13 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. സഹോദരങ്ങളിൽ നിന്നും മികച്ച പിന്തുണയും ഗുണവും ലഭിക്കും. ആരാധനാലയങ്ങളിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ സാധിക്കും. നിലനിന്നിരുന്ന സാമ്പത്തിക അനിശ്ചിതാവസ്ഥ പരിഹരിക്കപ്പെടുകയും കോടതി കേസുകളിൽ പൂർണ്ണമായും അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്യും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. അനായാസേന ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്ക് പോലും അശ്രാന്ത പരിശ്രമം വേണ്ടിവരുന്നതിനാൽ ക്ഷമ കൈവിടാതെ വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള അനുമതി രേഖകൾ ലഭിക്കും. ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിക്കാതെ കൃത്യമായ വൈദ്യസഹായം തേടണം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും സമയം ചെലവഴിക്കുവാനും അവസരമുണ്ടാകും. വലിയ മനസ്സന്തോഷവും മികച്ച ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും തേടിയെത്തും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബാംഗങ്ങളുമായി വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ തികഞ്ഞ മിതത്വം പാലിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ അതീവ ജാഗ്രത അനിവാര്യമാണ്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ അലട്ടിയേക്കാവുന്നതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദീർഘകാലമായി അലട്ടിയിരുന്ന മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കുകയും വലിയ ആത്മസംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉല്ലാസയാത്രകളിൽ ഏർപ്പെടുവാനും അവസരമൊരുങ്ങും. പ്രവർത്തന മികവിന് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ് തികച്ചും അനുകൂലമായ സമയമാണിത്. അപ്രതീക്ഷിതമായി വലിയ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും ഉന്നത പദവികളും നിയമപരമായ തർക്കങ്ങളിൽ വിജയവും സ്വന്തമാക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ അനാവശ്യ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാർമ്മികതയില്ലാത്ത ബന്ധങ്ങൾ മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. ഉഷ്ണരോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുവാനും ആരോഗ്യകാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കുവാനും ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്നതും മനസ്സിന് വലിയ ആശ്വാസം നൽകും. വരുമാനത്തെക്കാൾ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും തീർത്ഥയാത്രകൾ നടത്തുവാനും അവസരം ലഭിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് വലിയ സന്തോഷം നൽകും. സുഖകരമായ ഉറക്കവും സമാധാനവും ലഭിക്കും. പ്രണയകാര്യങ്ങളിൽ പൂർണ്ണമായും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ യോഗം കാണുന്നു. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ പ്രശസ്തി വർദ്ധിക്കും. പുതിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങുവാൻ അവസരമുണ്ടാകും. സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങളും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം തിരിച്ചടികൾ നേരിടുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. തൊഴിൽ ക്ലേശങ്ങൾക്കും മാനസിക സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ളതിനാൽ വൈകാരിക നിയന്ത്രണം ശീലിക്കേണ്ടതാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അനാവശ്യ കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ദോഷങ്ങൾക്കും വലിയ മാനഹാനിക്കും കാരണമായേക്കാം. യാത്രകളിൽ തടസ്സങ്ങളോ നഷ്ടങ്ങളോ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ അടിയന്തരമല്ലാത്ത യാത്രകൾ മാറ്റിവെക്കുക. മുറിവ്, ചതവ് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശാരീരിക പ്രവർത്തനങ്ങളിൽ അതീവ ജാഗ്രത വേണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.